നമസ്കാരം. ടീച്ചിൻഫിറ്റിയുടെ 4ാമത്തെ ട്യൂട്ടോറിയലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടീച്ചിൻഫിറ്റിക്ക് മെനു ഐക്കൺസ് ആൻഡ് മെനു ബട്ടൺസിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി ബേസിക് ടൂൾസ് ആൻഡ് ബേസിക് സെറ്റിംഗ്സിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടീച്ചിൻഫിറ്റിക്കകത്ത് വരുന്ന മെനു ഐക്കൺസ് ആൻഡ് മെനു ബട്ടൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. ഈ മെനു ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെനു ബട്ടൺസ് ആണ് ഇടത് സൈഡിൽ ആദ്യം കാണുന്നതാണ് മെനു ബട്ടൺ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സബ്ജക്റ്റ്, ഫയൽ, പ്രിൻറ്റ്, ഷോർട്ട് കട്ട്സ്, സെറ്റിംഗ്സ്, ഹെൽപ്പ്, എക്സിറ്റ് ഇത്ര ഐക്കൺസിൻ്റെ ഇത് കാണാൻ പറ്റും. ഫസ്റ്റ് കാണുന്ന സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തതിൻ്റെ 3 സബ്ജക്റ്റ് കാണാൻ പറ്റും. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 സബ്ജക്റ്റ് ഇത് കാണാൻ പറ്റും. അടുത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഫയലാണ്. ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സേവസ്, ന്യൂ ഫയൽ, ഓപ്പൺ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇത്ര ഐക്കൺസ് നമുക്ക് കാണാൻ പറ്റും. സേവ് ചെയ്യണം, നമുക്കൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. സേവസ് കൊടുത്ത് നമ്മൾ സാധാരണ മൈക്രോസോഫ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെയാണ് സേവസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവുന്നു. പിന്നെ ന്യൂ ഫയൽ, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ന്യൂ ഫയൽ പറ്റും. അടുത്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പഴയ ഇന്ന് ചെയ്ത ക്ലാസ് 4 ദിവസം കഴിഞ്ഞ് തിരിച്ച് സേവ് ചെയ്ത ക്ലാസ് 4 ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇമ്പോർട്ട്, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റ് PDF, PPT, Excel ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തുണ്ട്. അതുപോലെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തുണ്ട്. പിന്നെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെടുത്ത പേജുകളെല്ലാം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ, ക്ലാസ് എടുത്തതെല്ലാം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് കട്ട്സ്, പിന്നെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത സെറ്റിംഗ്സ് ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ്. ബേസിക് സെറ്റപ്പിനകത്ത് ആദ്യം വരുന്ന ലാംഗ്വേജ് ആണ്. പിന്നെ വരുന്ന സ്ലൈഡ് സെറ്റിംഗ് ആണ്. സ്ലൈഡ് സെറ്റിംഗിനകത്ത് 3 റേഷ്യോ വരുന്നുണ്ട്. 4:3, 60:9, 60:10. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത് 60:9 ആണ്. ബേസിക്കായിട്ട് എല്ലാ ഡിവൈസുകളെല്ലാം വരുന്നത്, ഇൻട്രാക്റ്റീവ് പാനലുകളെല്ലാം വരുന്നത് 60:9 ആണ് വരുന്നത്. ഈ 4:3 വരുന്ന പ്രൊജക്ടറുകൾ, ഇൻട്രാക്റ്റീവ് ബോർഡ് വിത്ത് പ്രൊജക്ടറുകൾ അങ്ങനെയുള്ള ഡിവൈസുകളിലാണ് ഈ 4:3 റെസൊല്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഡിഫോൾട്ട് ഡ്രോയിങ് സെറ്റിംഗ് ആണ്. നമുക്ക് ഡിഫോൾട്ടായിട്ട് അതിനകത്ത് പെന്ന് യൂസ് ചെയ്യണമെങ്കിൽ പെന്ന് യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് ആണ് നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ബ്ലൂ ആക്കി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഫോൾട്ടായിട്ട് ഏത് കളർ വേണം ആ കളറാണ് ഇവിടെ സെറ്റായി വരുന്നത്. ഇനി അടുത്ത് വരുന്ന ഡിഫോൾട്ട് ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കിടക്കുന്ന ഒരു ഗ്രേ കളർ ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് തന്നെ റെഡിയാക്കി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത 5 പോയിൻറ്റ് ഇറേസർ. ഈ 5 പോയിൻറ്റ് ഇറേസർ ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇൻട്രാക്റ്റീവ് പാനുകൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 5 വിരലുകൾ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഇറേസർ ഡിക്റ്റേറ്റ് ചെയ്യും. അതിന് വേണ്ടിയാണ് ഈ 5 പോയിൻറ്റ് ഇറേസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സബ്ജക്റ്റ് നോക്കാം. ഈ ഫസ്റ്റ് കിടക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആണ്. ഞാനിപ്പോൾ ഇവിടെ കെമിസ്ട്രി സെലക്ട് ചെയ്തു. നമ്മൾ കെമിസ്ട്രി ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇവിടെ അതിൻ്റെ എംബ്ലം മാറുന്ന കാണാം. സബ്ജക്റ്റ് എന്നുള്ളത് കെമിസ്ട്രി സബ്ജക്റ്റ് എന്നുള്ളത് കൺവേർട്ട് ആയിട്ടുണ്ട്. ഞാൻ മാത്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് മാത്സിൻ്റെ അബാക്കസിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അബാക്കസ് ഒരു സിമ്പിളായിട്ടാണ് വരുന്നത്. ഈ അടുത്ത് ഫസ്റ്റിൽ ഞാൻ കെമിസ്ട്രി സെലക്ട് ചെയ്തെല്ലാം കാണിക്കാം. കെമിസ്ട്രി എടുക്കുക. ഇത് കോണിക്കൽ ഫ്ലാസ്ക് ആയിട്ട് ഡിജിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കെമിസ്ട്രി ലാബിലോട്ട് വേണ്ട എല്ലാ അപ്പാർട്ടസിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ വിർച്വൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലാബിൻ്റെ ആവശ്യം തന്നെ ഇവിടെ വരുന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ലാമ്പ് വേണം. ലാമ്പ് എടുത്തു. ഈ ലാമ്പ് എന്ന് വെച്ചാൽ നമുക്കിതൊരു കെറോസിൻ ലാമ്പാണ്. സാധാരണ കെമിസ്ട്രി ലാബുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കെറോസിൻ ലാമ്പാണ്. അതിൻ്റെ കെറോസിൻ ലെവൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് എനിക്ക് വേണ്ടത് ഇതിൻ്റെ ലാമ്പിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓപ്പൺ കൊടുത്തതിന് ലിഡ് ഓപ്പണായി. ഇനി ഫയർ എടുക്കണമെങ്കിൽ ഓപ്പൺ ഫയർ കൊടുത്തു കഴിഞ്ഞാൽ അത് തീ കത്തും. നമുക്കിത് മാറ്റി വെക്കാം. ഇനി അടുത്ത് എനിക്ക് വേണ്ടത് ഒരു ബീക്കറാണ്. ഞാനിവിടെ ഒരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൻ്റെ സൈസ് എനിക്കിവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി നോക്കിയാൽ കാണാം ഇതിൻ്റെ അകത്ത് ലിക്വിഡിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനും പോസിബിളാണ്. ഇനി അതുപോലെ ഒരു കെമിസ്ട്രി ലാബിൽ വേണ്ട എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡ്, സീസർ എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. നമുക്കൊരു ലാബിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് ടീച്ചിൻഫിറ്റി ബോർഡിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റാണ് ഇതിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇനി അടുത്ത് ഞങ്ങൾക്ക് ഫിസിക്സ് എടുത്ത് കാണിക്കാം. ഫിസിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫിസിക്സിൻ്റെ അകത്തും മെക്കാനിക്സ്, ഇലക്ട്രിസിറ്റി, ഇലക്ട്രോമാഗ്നറ്റിക്, ഒപ്റ്റിക്സ്, ഇലക്ട്രിക്കൽ ലെജൻസ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇപ്പം ഒരു ഒപ്റ്റിക്സിനകത്ത് വരുന്ന കോൺകേവ്, കോൺവെക്സ് മിറർ അങ്ങനെ പല പല മിററിൻ്റെ ഒരു ഗ്രൂപ്പാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കൺവേർട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെക്കാനിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് വെർണിയർ കാലിപ്പേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹെഡ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫിസിക്സിനെ സംബന്ധിച്ച്. മാത്സിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മാത്സിനും ഉണ്ട്. പക്ഷേ മാത്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാത്സിനകത്ത് അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യാം.
ഒരു 45 ഡിഗ്രി ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യണം. 45 ഡിഗ്രി ആംഗിൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ 92 ആക്കണം, 92 ആക്കണം. ഇനി ഒരു ആർക്ക് വേണമെങ്കിൽ ആർക്ക് എടുക്കാം. സൈസ് ഇൻക്രീസ് ചെയ്യണം, സൈസ് ഇൻക്രീസ് ചെയ്യാം. ആർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആർക്ക് വിത്ത് കോഡ് യൂസ് ചെയ്യണമെങ്കിൽ കോഡ് യൂസ് ചെയ്യാം. അതിൻ്റെ ലൈൻ്റെ വിഡ്ത്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത് വരുന്നത് ഇതിൻ്റെ ടൂൾസാണ്. ഈ ബ്രീഫ് കേസ് പോലൊരു സിമ്പിളായിട്ട് വരുന്ന ടൂൾസാണ്. ടൂൾസിനകത്ത് നമുക്ക് മാക്സിനായിട്ട് വേണ്ട കോമ്പസ് ഉണ്ട്. നമുക്ക് ഈ ലെഗ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ റേഡിയസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഗ്രീൻ കളർ വരുന്നതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പോസിബിൾ ആണ്. ഈ വരയ്ക്കണമെങ്കിൽ ഈ റെഡ് കാണുന്ന ഐക്കണെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. വീണ്ടും അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. പിന്നെ കോഡ് വേണമെങ്കിൽ കോഡ് യൂസ് ചെയ്യാം. ഇനി അടുത്ത വരയ്ക്കുകയാണെങ്കിൽ കണ്ടോ, ഇതൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ. അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇനി അടുത്ത ഇതുപോലെ തന്നെ സ്കെയിൽ വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യാം. സെറ്റ് സ്കോർ, പ്രൊട്ടാക്ടർ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. സ്കെയിൽ വേണമെങ്കിൽ സ്കെയിൽ നമുക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ഡ്രോ ചെയ്യാം. സ്കെയിലിൻ്റെ ലെന്ത് ഇൻക്രീസ് ചെയ്യണം, ലെന്ത് ഇൻക്രീസ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് വിർച്വലി ഒരു ക്ലാസ് നമുക്ക് എത്രത്തോളം നടത്താൻ പറ്റുന്നു അത്രത്തോളം ഈ ഒരു ഇൻട്രാക്റ്റീവ് സോഫ്റ്റ്വെയറിൽ പോസിബിളാണ്. ഇനി അടുത്തത് വരുന്നത് സ്പോട്ട് ലൈറ്റാണ്. ഈ സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കുട്ടികളെ കുറച്ച് ഭാഗം മാത്രം, ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് കുറച്ച് ഭാഗം മാത്രം കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്പോട്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് കർട്ടനാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിട്ട് കാണിക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കർട്ടൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ബ്ലൈൻഡ് ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ നമ്മളിവിടെ ബ്ലൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾ പറഞ്ഞിട്ട് മാത്രമേ ഇത് കർട്ടൻ മാറ്റണം, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് കർട്ടൻ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് നമുക്കിതിൻ്റെ ഒരു ലെൻസ് മാഗ്നിഫയർ ആണ്. നമുക്ക് ഇതിൻ്റെ ഈ സ്കെയിലിൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാം. ഇപ്പോൾ മിനിമൈസ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് സാധാരണ വരുന്ന വലിപ്പം നമുക്ക് മാഗ്നിഫൈ ചെയ്യണമെങ്കിൽ മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ വിർച്വലായിട്ടുള്ള കീബോർഡുണ്ട്. പിന്നെ അതുതന്നെ കാൽക്കുലേറ്റർ. ഈ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് വളരെയധികം ഫങ്ഷൻസ് ഉള്ള കാൽക്കുലേറ്ററാണ്. ഇത് ഇൻക്ലൂഡ് ചെയ്ത സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് കാൽക്കുലേറ്റർ വരുന്നുണ്ട്. ഗ്രാഫിങ്, പ്രോഗ്രാമിംഗ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതിന് വേണ്ട വരുന്നുണ്ട്. ഡേറ്റ് കാൽക്കുലേഷനുള്ള കാൽക്കുലേറ്റർ വരുന്നുണ്ട്. വോളിയം കൺവേർട്ടർ, ലെങ്ത്, വെയിറ്റ്, മാസ്, ടെമ്പറേച്ചർ, എനർജി, ഏരിയ, അത്യാവശ്യം വേണ്ട എല്ലാ ഒരു ക്ലാസ്സിലോട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. പ്രഷർ, ആംഗിൾ, എല്ലാ കൺവേർഷനും ഇതിൻ്റെ അകത്ത് ഈ കാൽക്കുലേറ്ററിനകത്ത് വരുന്നുണ്ട്. അടുത്ത വരുന്നത് പറഞ്ഞാൽ ടൈമറാണ്. അപ്പോൾ സ്റ്റോപ്പ് വാച്ച് പോലെ ഇപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാം അങ്ങനെയുള്ള പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ പോലെ നടക്കുകയാണെങ്കിൽ ടൈമറായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് വാച്ച് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോപ്പ് വാച്ച് ക്രിയേറ്റ് ചെയ്യാം. അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. ഈ അടുത്ത് വരുന്ന സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ്. ഇത് 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് നമുക്ക് സ്ക്രീൻ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഓപ്ഷൻ. രണ്ടാമത് വരുന്നത് നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്ത്. മൂന്നാമത്തത് വരുന്നത് ക്രോപ്പിംഗ്. എത്ര വേണ്ട ഭാഗം അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്യുക. നമുക്കിതായിരിക്കും അതിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ അതിൻ്റെ പാത്ത് വന്നിരിക്കുന്നത്. അത് ഇവിടെ ഒന്ന് സേവ് ആയി കിടന്നുള്ളത്. ഇനി അടുത്ത് വരുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫീച്ചറാണ് സ്ക്രീൻ റെക്കോർഡിംഗ് എന്ന ഫംഗ്ഷനാണ് വരുന്നത്. ഈ സ്ക്രീൻ റെക്കോർഡിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ് റെക്കോർഡ് ചെയ്യാം, ഫുൾ ക്ലാസ് റെക്കോർഡ് ചെയ്യാം വിത്ത് ക്യാമറ, ഓഡിയോ ആൻഡ് വീഡിയോ. നമുക്ക് വേണ്ട എത്രയും ഭാഗം റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്യാം. ഫുൾ സ്ക്രീൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മൈക്ക് യൂസ് ചെയ്യണമെങ്കിൽ മൈക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നോക്കിക്കാണാം അതിൻ്റെ മൈക്കിന് റീഡിംഗ് അവിടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ടീച്ച് ചെയ്യുന്ന ആളുടെ കൂടെ റെക്കോർഡാവും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു എഡിറ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ എഡിറ്റ് നമ്മൾ എടുത്ത ക്ലാസ് ഇതിനകത്ത് വെച്ച് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്രയും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് വിർച്വലൈസർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വിർച്വലൈസർ എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ക്യാമറ പോലത്തെ ഡിവൈസാണ്. നമുക്കിത് ലാബിലും ക്ലാസ് റൂമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വിർച്വലൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് വരുന്നത് 3D ഫിഗേഴ്സാണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന കുറച്ച് 3D ഫിഗേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് ആണെങ്കിൽ അവിടെ ഒരു 3D ഫിഗർ വരയ്ക്കാൻ വളരെ സമയം എടുക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ വിർച്വലി 3D ആയിട്ടുള്ളൊരു ഫിഗേഴ്സ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ക്യൂബ്, റെക്ടാങ്കിൾ, അങ്ങനെ പല പല സിലിണ്ടർ, പല പല 3D ഫിഗേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ട്രൈപോഡ്, അങ്ങനെ പലതരം 3D ആയിട്ടുള്ള ഫിഗേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പാണ്.
മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മെയിൻ ടോപ്പിക്ക്, ബ്രാഞ്ച് ടോപ്പിക്ക്, ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത വരുന്നത് കാർഡാണ്. അത് നമുക്ക് എങ്ങും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ഇമേജസ് എല്ലാം സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സെപ്പറേറ്റ് അതിൻ്റെ പാത്ത് നോക്കി സെറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നിടം വരെ അവിടെ കിടന്നോളും. ഇപ്പോൾ ഞാൻ ഒരു ഇമേജ് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം ഇമേജ് അതിൽ തന്നെ കിടന്നോളൂ, ഒരു ബാഗ് പോലെ അതിൽ തന്നെ സേവ് ആയി കിടന്നു. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ നാസ എന്നുള്ള എംബ്ലം ഞാൻ എടുത്തു. എനിക്കതുകൂടെ ഒരു സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ ഒരു എംബ്ലം വേണം. ഒരു റിസോഴ്സ് പോലെ തന്നെ ആഡ് ആയിക്കോളും. നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നിടം വരെ അവിടെ കിടന്നോളൂ. ആവശ്യമുള്ള ഇമേജ് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബാഗ് പോലെ ആക്ട് ആയിക്കോളും. നമുക്ക് എപ്പോഴും വേണമെങ്കിലും അത് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. ഇനി അടുത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ ആണ്. ഇത് അല്ലെങ്കിൽ പ്ലേ ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഈ ഒരു പേജ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ പ്ലേ ബാക്ക് ചെയ്ത് കാണിക്കും, ഒരു റിവിഷൻ പോലെ. ഇത് ക്ലിക്ക് ചെയ്ത് കാണിച്ച് ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആദ്യം തൊട്ടുകൂടെ കാണിക്കും. അതിൻ്റെ സ്പീഡ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ കാണിച്ചു, ഓഡിയോ കിട്ടത്തില്ല, അല്ലാതെ ഈ വീഡിയോ മാത്രമേ ഉള്ളൂ. ഈ ഒരു പേജിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്ത് കാണിക്കും. നമ്മളിപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ കംപ്ലീറ്റ് ടൂൾസ് കവർ ചെയ്തിട്ടുണ്ട്. ഈ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.